എനിക്ക് 21 വയസ്സുള്ളപ്പോഴാണ് എന്റെ പെങ്ങൾ അവരുടെ കുട്ടികളെ ഒരു രാത്രി നോക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത്. മീനാക്ഷിക്ക് 6ഉം അപ്പുവിന് 9ഉം വയസ്സായിരുന്നു. ഏകദേശം 9:30 അല്ലെങ്കിൽ 10 മണിയോടെ ഞാൻ അവരെ മുകളിലെ നിലയിൽ ഉറക്കാൻ കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ താഴേക്ക് വന്ന് TV ഓൺ ചെയ്തു. ഏകദേശം 20 മിനിറ്റിന് ശേഷം മുകളിൽ കാലൊച്ച കേട്ടു. മീനാക്ഷി പടിക്കെട്ടിന്റെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ മുറിയിൽ വന്ന് അവളോട് ഉറങ്ങാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് അവൾ ചോദിച്ചു. അവരെ ഉറക്കാൻ കിടത്തിയ ശേഷം ഞാൻ മുകളിലേക്ക് വന്നിട്ടില്ലെന്ന് അവളോട് പറഞ്ഞിട്ട് ഞാൻ അവളെ തിരികെ മുറിയിൽ കൊണ്ടുപോയാക്കി. മറ്റൊരു 20 മിനിറ്റ് കഴിഞ്ഞ് അപ്പു താഴെ വന്ന് ഞാൻ എന്തിനാണ് അവന്റെ മുറിയിൽ വന്നതെന്ന് ചോദിച്ചു. ഞാൻ അവന്റെ ഡ്രസ്സറിനടുത്ത് നിന്ന് അവനെ നോക്കിയെന്നും ഒന്നും പറയാതെ പുറത്തേക്ക് പോയെന്നും അവൻ പറഞ്ഞു. പേടിച്ച് അവൻ എൻ്റെ അടുത്ത് സോഫയിൽ തന്നെ ഇരുന്നു. പെട്ടെന്ന് മുകളിലെ ബാൽക്കണിയിലൂടെ ആരോ ഓടുന്ന ശബ്ദം ഞാൻ കേട്ടു. തൊട്ടു പിന്നാലെ മീനാക്ഷി നിലവിളിച്ചുകൊണ്ട് താഴേക്ക് ഓടിവന്നു. ആരോ വീണ്ടും മുറിയിൽ വന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞെന്നും അതെന്റെ ശബ്ദമായിരുന്നില്ലെന്നും അവൾ പറഞ്ഞു. താഴെ കാത്തുനിൽക്കാൻ അവരോട് പറഞ്ഞിട്ട് ഞാൻ മുകളിൽ പോയി നോക്കാമെന്ന് സമ്മതിച്ചു. ഞാൻ അടുക്കളയിൽ പോയി രഹസ്യമായി ഒരു കത്തിയെടുത്തു. ലിവിംഗ് റൂമിലൂടെ തിരികെ നടന്ന് മുകളിലെ നിലയിലേക്ക് കയറി. മീനാക്ഷിയുടെ കട്ടിലിനരികിൽ വളരെ ഉയരമുള്ള ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വേഗം താഴേക്കോടി കുട്ടികളെയും കൂട്ടി പുറത്തേക്കിറങ്ങിയോടി. ഞങ്ങൾ അയൽപ്പക്കത്തെ വീട്ടിൽ അഭയം തേടി. അവിടെയുള്ള സ്ത്രീ ഞങ്ങളെ ഉള്ളിൽ കയറ്റി. ഞാൻ പോലീസിനെ വിളിച്ചു. എന്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ലാഘവത്തോടെ പുറത്തിറങ്ങുന്നതും തെരുവിലെ ഇരുട്ടിലേക്ക് നടന്നു പോകുന്നതും ഞാൻ കണ്ടു. പോലീസ് എത്തുമ്പോഴേക്കും ആ മനുഷ്യൻ അപ്രത്യക്ഷനായിരുന്നു. പരിശോധിക്കാനായി ഞാൻ പോലീസിനൊപ്പം അകത്തുപോയി. എന്നാൽ അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല. ഞാൻ എത്തുന്നതിനു മുമ്പേ ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുശേഷം എന്റെ പെങ്ങളും അളിയനും വീടിനകത്തും പുറത്തുമായി ചുരുങ്ങിയത് 6 സെക്യൂരിറ്റി ക്യാമറകളെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ട്.